വെൽക്കം ബാക്ക് മൈ ചാനൽ. ഈ വീഡിയോ ഒരു സ്ട്രോബെറി തീം വീഡിയോ ആണ്. പക്ഷേ ഈ ഡ്രസ്സിൽ സ്ട്രോബെറിൻ്റെ പിക്കൊന്നും ഇല്ല കേട്ടോ. എന്നാലും എന്തോ ഈ ഡ്രസ്സ് ഈ വീഡിയോക്ക് നല്ല മാച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്ട്രോബെറീസ് ഒക്കെ എടുക്കുമ്പോൾ ഈ ഡ്രസ്സ് എന്തോ ഒരു രസമുള്ള പോലെ. കഴിഞ്ഞ വീഡിയോസിൽ ഞാനൊരു സ്ട്രോബെറിൻ്റെ ബോക്സ് വാങ്ങിക്കണ വീഡിയോ ഇട്ടിരുന്നു. അത് വെച്ചിട്ട് ചെയ്ത വീഡിയോ ആണ് ഇത്. പക്ഷേ ഇത് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യണത് കേട്ടോ. ഞാൻ ഈ സ്ട്രോബെറി വെച്ചിട്ട് ഒരു യോഗേർട്ട് ഫ്രൂട്ട് ബൗളാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഡയറ്റിലാണെന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഡയറ്റിലൊന്നും അല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സംഭവം. എനിക്ക് ഈ പുളിയുള്ള സാധനങ്ങളിലൊക്കെ മധുരമിട്ട് കഴിക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പണ്ട് ഞാൻ തൈരിലൊറ്റക്ക് പഞ്ചസാര ഇട്ടൊക്കെ കഴിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാതെ. അത് മാത്രമൊന്നുമല്ല കേട്ടോ, സാധാ വീട്ടിലുണ്ടാവുന്ന പുളി ഉണ്ടാവില്ലേ, അതിൽ പഞ്ചസാര ഇട്ട് കഴിക്കലുണ്ട് ഞാൻ. ഈ പുളി നല്ലോണം വെള്ളത്തിലിട്ട് പൊതിർത്തിക്കാണ്ട് അതിൽ പഞ്ചസാര ഇട്ട് കലത്തിക്കാണ്ടൊക്കെ. അപ്പം നമ്മളെ കാര്യത്തിലേക്ക് വരാം. കുറച്ച് യോഗേർട്ട്, ചിയ സീഡ്സ്, സ്ട്രോബെറി, ഹണി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സംഭവം പെട്ടെന്ന് ചെയ്യാം. ഇത് സാധാരണ ചെയ്യൽ ഈ ഡയറ്റ് പ്ലാനൊക്കെ ഉള്ള ആൾക്കാരാട്ടോ. പക്ഷേ എനിക്കിത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഈ തൈരിൽ കുറച്ച് പഞ്ചസാരൻ്റെ അതേപോലെ മധുരത്തിൻ്റെ ഒക്കെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ സ്ട്രോബെറി നല്ല പുളി ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഇതില്ലേ ഈത്തപ്പഴം അതൊക്കെ ഇട്ടാണ്. അങ്ങനെ എല്ലാ തീം വീഡിയോയിലും പോലെ ഞാൻ കുറച്ച് ഫുഡ് കഴിക്കുന്ന വീഡിയോയും കൂടി ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. എന്താണെന്നറിയില്ല, ഈ സംഭവം ഉണ്ടാക്കലും പെട്ടെന്ന് ഞാൻ തന്നെ തിന്ന് തീർത്തകണം കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞാൽ ഞാൻ തിന്ന് തീർത്ത പാത്രപ്പം കാണിച്ചു തരും കേട്ടോ. അതാ കണ്ടോ. ഈ വീഡിയോ ശരിക്കും പറഞ്ഞാലേ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസം അയക്കണേ. ഇപ്പോഴാണ് വോയിസ് ഓവർ ചെയ്യണത്. അപ്പോൾ എനിക്ക് തന്നെ ഈ വീഡിയോ കാണുമ്പോൾ ചിരി വരിക. ഞാൻ എന്തൊക്കെ ഒരു പൊട്ടത്തരം കാട്ടണ പോലൊക്കെ തോന്നാം. ഇനി ഈ വീഡിയോയിൽ കുറച്ച് ഫേസ് ഡ്രോയിങ് ചെയ്യാം കേട്ടോ. 2 സ്ട്രോബെറിൻ്റെ പിക്കാണ് ഞാൻ വരയ്ക്കണത്. പക്ഷേ എന്താണെന്നറിയില്ല, എൻ്റെ പച്ച കളർ ഇങ്ങോട്ട് വല്ലാണ്ട് ഇങ്ങോട്ട് വരുന്നില്ല, ഒരു കളർ ഇങ്ങോട്ട് കിട്ടണില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ ഒരു പച്ച നല്ലോണം കാണിക്കാത്തതുകൊണ്ട് സ്ട്രോബെറി ആണെന്ന് അറിയണുണ്ടാന്ന് അള്ളാഹ്ക്കറിയാം. ഈ ഫേസ് ഡ്രോയിങ് ചെയ്ത് പരിചയമില്ലാത്തൊരു പരിപാടി ആയതുകൊണ്ട് തന്നെ കുറേ ടൈം എടുത്താണ് ഞാൻ അത് ചെയ്യല്. പക്ഷെ എന്നാലും വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതാണ് ലാസ്റ്റ് ലുക്ക്. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് കുറച്ച് ജേണലിങ് ആയാലോ. ഇനിയിപ്പോൾ ആരെങ്കിലും മാണ്ടാന്ന് പറഞ്ഞാലോ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഇടാൻ വിചാരിച്ചേക്കണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ച സ്റ്റിക്കറുകളാണ് ഇതൊക്കെ. ഉണ്ടാക്കി വെച്ചതെന്ന് പറയുമ്പോൾ ഞാൻ വരച്ച് വെച്ചതാട്ടോ, ഞാൻ പ്രിൻ്റ് എടുക്കാനൊന്നും പോയിട്ടില്ല. എന്തോ സ്വന്തമായിട്ട് ഇങ്ങനെ വരച്ചുണ്ടാക്കിയ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. അല്ലാതെ എനിക്ക് പ്രിൻ്റ് എടുക്കാൻ പോകാൻ മടിയായിട്ടൊന്നും അല്ല കേട്ടോ. ഞാനിപ്പോൾ 3ാമത്തെ ജേണലാണ് ഇതേപോലെ തന്നെ ചെയ്യണത്. ഇപ്പോൾ ഇതേ രീതിയിൽ ഞാൻ 2 ജേണൽ ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴും എനിക്കിത് മാറ്റാനായിട്ടില്ല. ഏതായാലും അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും ഒരു ചേഞ്ചൊക്കെ കൊണ്ടുവരാൻ വിചാരിക്കുന്നുണ്ട്. ഈ സ്റ്റിക്കർ ഫ്രൂട്ട്സുകളെ കുറച്ച് പിക്കുകളൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിക്കാണ്ട് ഞാൻ വാങ്ങിയതാട്ടാ. പക്ഷെ അതിലതാ വലിയ ഒരു കൊമ്പുള്ളൊരു ജന്തുവൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മളെ ജേണലിൻ്റെ ലാസ്റ്റ് ലുക്ക്. പിന്നെ ഇതൊക്കെ ഞാൻ വരച്ചതാണേ. എനിക്ക് പണ്ട് മുതലേ സ്ട്രോബെറി വരക്കലൊരു പരിപാടിയായിരുന്നു. അതും കൂടെ ഈ വീഡിയോയിൽ കാണിക്കാമെന്ന് കരുതിക്കാണ്ടാണ്. ഇന്ന് ചെറുതായിട്ടൊരു പുറത്തു പോക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഹൈലൈറ്റിലൊന്ന് പോയിന്ന്. ഈ സെയിം ഡ്രസ്സ് ഇട്ടത് കൊണ്ട് തന്നെ ഞാൻ ഇതിൽ ആ സംഭവങ്ങളും കൂടി ആഡ് ചെയ്യാമെന്ന് കരുതി. ഞങ്ങൾ ഒരു ഐസ്ക്രീം പിന്നെ കുറച്ച് KFC ഒക്കെ കഴിച്ച് കണ്ട് കുറച്ച് നേരം ഹൈലൈറ്റിൽ വെറുതെ വായി നോക്കി നടന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഹൈലൈറ്റിൽ പോണത് തന്നെ തൊള്ളയെ നോക്കി നടക്കാനാണേ. പക്ഷേ ഈ പ്രാവശ്യം കുറച്ചൊരു തിരുത്തുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഹൈലൈറ്റിൽ നിന്ന് ഒരു ബുക്കൊക്കെ പർച്ചേസ് ചെയ്തിരുന്നു. വെറുതെ പോയതല്ലേന്ന് കരുതി കുറച്ച് ബുക്കൊക്കെ നോക്കിയിരുന്നു കണ്ട് ഇതിൽ കാണിക്കണ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അത്രേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.